അതുകൊണ്ട് തന്നെ ഈ ആളെ കുറിച്ചിട്ട് ഇങ്ങനെയും ആളുകൾ ഈ ലോകത്ത് ഇപ്പോഴും ഉണ്ടെന്ന് മറ്റുള്ളവർ അറിയിക്കുന്നത്. ഹായ് ഹലോ, ടിപ്സ് ഓഫ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ പറയാൻ വേണ്ടി പോകുന്നത് ഒരു സ്റ്റോറിയാണ്. ഇത് സ്റ്റോറി ടൈമാണ്. ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോൾ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല എൻ്റെ ഒരു ചാനലിനകത്ത് തന്നെ, എൻ്റെ അൺഹേർഡ് സ്റ്റോറീസ് വിത്ത് ആസിയ എന്ന് പറഞ്ഞ ചാനലിൽ തന്നെ ഞാൻ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ജീവിതങ്ങൾ, വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഘോഷിക്കപ്പെടുന്ന ജീവിതങ്ങളെന്നല്ല, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ജീവിതങ്ങളെ കുറിച്ചിട്ട് അവരോട് സംസാരിക്കുക, അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ എൻ്റെ തൊട്ടടുത്തുള്ള ഒരാളെ കുറിച്ചിട്ട് എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് വെച്ചിട്ട് മുന്നേ പറയേണ്ടതായിരുന്നല്ലോ എനിക്ക് സൗമ്യേച്ചിനെ കുറിച്ചിട്ട്. അപ്പം ഞാൻ ഇതുവരെ ആ ആളെ കുറിച്ചിട്ട് വീഡിയോസിലെല്ലാം നമ്മൾ പൊതുവെ പറയലുണ്ട് അല്ലേ. പിന്നെ സൗമ്യേച്ചി ഉണ്ട്, സൗമ്യേച്ചി, അങ്ങനെ പേരുകൾ ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും ആളെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായില്ല. അപ്പം ഇന്ന് നമുക്ക് സൗമ്യേച്ചിനെ കുറിച്ച് സംസാരിക്കാം. എന്താ അഭിപ്രായം? റെമിക്ക് ഇപ്പോൾ ഒരു 1.5 വർഷമായിട്ട് സൗമ്യേച്ചിയായിട്ട് എന്നെക്കാൾ കൂടുതൽ ഇടപെടുന്നത് റെമിക്കാണ്. സൗമ്യേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സ്ഥാപനം തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ കൂടെ തന്നെ ചേർന്നിട്ടുള്ള ഒരാളാണ്. ഇപ്പം മൂപ്പര് കുറേ ഒരു 2 വർഷത്തിന് മേലെ ആയി തോന്നുന്നു അല്ലേ. അങ്ങനെ ഞാൻ ടൈമൊന്നും ഓർത്ത് വെക്കുന്നില്ല. ഒരു 2.5 വർഷം അങ്ങനായി. അപ്പോൾ ഞങ്ങളിന്ന് പോകുന്നത് സൗമ്യേച്ചിക്ക് ഒരു ഓണസമ്മാനം വാങ്ങാൻ വേണ്ടിയാണ് കേട്ടോ. അത് കൊടുക്കുന്നത് കാണിക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ മനുഷ്യൻ എന്തുകൊണ്ട് എനിക്ക് ഇത്രയും പ്രിയപ്പെട്ട ഒരാളായി മാറിയെന്ന് പറയാം. 2022 ഞാൻ ഇപ്പോൾ റൺ ചെയ്യുന്ന ഈ സെൻറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് ഞാനൊരു സ്റ്റാഫ് റിക്വയർഡ് നോട്ടീസ് ഇട്ടത് കണ്ടിട്ടാണ് സൗമ്യേച്ചി എൻ്റെ അടുത്തേക്ക് വരുന്നത്. ഞാൻ ആളെ പരിചയപ്പെടുന്നതൊക്കെ കേട്ടോ. കുറേ വർഷങ്ങൾ കഴിവുണ്ടായിട്ട് മറ്റെവിടെയും ജോലിക്കോ അതോ വീട്ടിൽ മാത്രം ഒതുങ്ങിയിരുന്ന ചേച്ചി എൻ്റെ അടുത്ത് വന്നപ്പോൾ നല്ല പേടിയൊക്കെ ഉള്ള ഒരാളായിരുന്നേ. അവിടെ നിന്ന് ഡെയിലി ധൈര്യം കൊടുത്ത് ആളെ ഞാൻ കൂടെ നിർത്തി. സ്വന്തമായി ഏണിങ്സ് വേണമെന്ന നിർബന്ധമുള്ള ആളായിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ 5 മാസമുള്ള അസുബോനിയും കൊണ്ടായിരുന്നേ ഞാൻ അക്ഷയിലോട്ടേക്ക് പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അവളവിടെ തൊട്ടിലിൽ ഉറക്കൊക്കെ എടുത്തിട്ട് ജോലി ചെയ്യുമ്പോൾ സൗമ്യേച്ചിയുടെ ഡ്യൂട്ടി ആയിരുന്നില്ല അവളെ നോക്കുക എന്നുള്ളത്. പക്ഷെ അവൾക്ക് വേണ്ടി ഫുഡ് കൊണ്ടുവരിക, അവളെ അത് കഴിപ്പിക്കുക, എന്നിട്ട് അവൾക്ക് ഉറക്കി വരുന്ന സമയത്ത് അവൾ ഉറക്കി കൊടുക്കുക. ഇതൊക്കെ സ്വന്തം ഡ്യൂട്ടി ആയിട്ട് കണ്ടിട്ട് സൗമ്യേച്ചി ചെയ്യാൻ വേണ്ടി തുടങ്ങിയപ്പോൾ തന്നെ ആളെനിക്ക് എൻ്റെ സ്റ്റാഫിനേക്കാൾ ഉപരി വേറൊരാളായി മാറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നാൾ കഴിഞ്ഞ സമയത്ത് ഒരു ആക്സിഡൻറ്റിൽ ഫൽക്ക മരണപ്പെടുന്നു. 2 പെൺകുട്ടികളെ കയ്യിൽ വെച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ നിൽക്കുന്നു. എൻ്റെ മുമ്പിൽ ആ സമയത്ത് പകച്ച് നിൽക്കുന്ന ആ ഒരു സമയമാണല്ലോ. എനിക്ക് ബിസിനസ്സൊന്നും മൈൻഡിലുണ്ടായിരുന്നില്ല. ആകെ ഒരു മരവിപ്പ് മാത്രമായിട്ടോ ഉണ്ടായിരുന്നത്. ഞാനൊരു ഗ്രാമപ്രദേശത്തുള്ള ഒരു പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്ത് പോവുക, ജോലിക്ക് പോവുക, ഹിജാബ് ധരിക്കാതിരിക്കുക, ഇതൊക്കെ പലർക്കും ഞാനൊരു മോശമാണെന്നുള്ളൊരു ചിന്ത ഉള്ളിലുണ്ടെന്ന കാര്യം ഞാൻ അറിയുന്നത് ഒരു വിധവ ആയപ്പോഴാണ്. 40 ഡേയ്സ് കഴിയുമ്പോൾ തന്നെ ഞാൻ ഒളിച്ചോടി പോകുമെന്ന് പറഞ്ഞ ആൾക്കാർ പോലും ഉണ്ടായിരുന്നു. അതായിരുന്നു ഏറ്റവും രസകരം. അതിലേറെ രസകരം എന്ന് പറഞ്ഞാൽ അവർക്കൊന്നും എന്നെ ശരിക്കും അറിയാത്ത ആൾക്കാരായിരുന്നു എന്നുള്ളത് കേട്ടോ. ഇന്ന് ഓർക്കുമ്പോൾ എനിക്കതൊരു ചിരിയാണെങ്കിലും അന്ന് എനിക്ക് അതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. എൻ്റെ ഉള്ളിലൊരു തീ തന്നെയായിരുന്നു എന്ന് പറയാം. ഭർത്താവ് മരണപ്പെട്ട പെണ്ണ് 4 മാസവും 10 ദിവസവും ഇരിക്കണം എന്നൊരു നിയമം ഇസ്ലാമിലുണ്ട്. അപ്പം എന്നെപ്പോലെ തനിച്ചിരിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക്, സ്വയം ഹീലാവാൻ കഴിയുന്നവർക്ക് ഒരു ആശ്വാസമാണെങ്കിലും ഇതാന്ന് പറയുന്നത് ഒരുപാട് പേര് ഹീൽ ചെയ്യുന്നതിന് പകരം പലപ്പോഴും കൂടുതൽ ഡിപ്രഷനിലോട്ടേക്ക് കൊണ്ടുപോകാനൊരു കാരണമാകാറുണ്ട് കേട്ടോ. സ്വന്തം വരുമാനം കണ്ടെത്താൻ ആവശ്യമുള്ളത് കൊണ്ടും തന്നെ ചെറിയ കുഞ്ഞുണ്ടതിലാലോ എനിക്ക് 40 ദിവസം മതിയെന്ന് ഉസ്താദ് ഉൾപ്പെടെ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ എനിക്കുണ്ടായ ആഘാതം സ്വയം ഒന്ന് ഹീൽ ചെയ്യാൻ വേണ്ടി കുറച്ച് സമയം ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 4 മാസവും 10 ദിവസവും ഞാൻ സ്വയം അങ്ങ് ഏറ്റെടുത്തു. അങ്ങനെ ഒരു സമയത്താണ് എൻ്റെ ഓഫീസിൽ വന്നിട്ട് വെറും കുറച്ച് മാസങ്ങൾ മാത്രമായിരുന്നില്ല സൗമ്യേച്ചി ഞാൻ നോർമലായി തിരികെ വരുന്നവരെ എൻ്റെ സ്ഥാപനത്തിൽ സ്വന്തം സ്ഥാപനം പോലെ കണ്ട് മൗനമായി ഞാൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ ആ നിമിഷങ്ങളുണ്ടായത്. ഞാൻ തകർന്നു നിന്ന സമയത്ത് എൻ്റെ ബിസിനസ്സിനെ പിടിച്ചു നിർത്തിയത് എൻ്റെ സ്റ്റാഫായിട്ടില്ല കേട്ടോ. സ്വന്തം എന്താ പറയുക, ഒരു മനുഷ്യത്വം പറ്റാത്ത ഒരു മനുഷ്യനായിട്ടായിരുന്നു. 5 മാസക്കാരി 9 വയസ്സുകാരിയായ 2 മക്കൾ, ജോലി, വീട്, വീട്ടുകാര്യങ്ങൾ, ഇതൊക്കെ ഒറ്റയ്ക്ക് നോക്കി നടത്തുമ്പോൾ എനിക്ക് ഉച്ചഭക്ഷണം കരുതാൻ ഞാൻ പലപ്പോഴും മടി കാണിക്കായിരുന്നു. എന്നാൽ ചേച്ചി വന്നത് പിന്നെ ഒരിക്കൽ പോലും ഉച്ചപ്പട്ടിണി കിടക്കേണ്ടി വന്നിട്ടില്ല. എൻ്റെ പേര് എഴുതിയ അരിമണികൾ ആ ബാഗിലെ ലഞ്ച് ബോക്സ് ഉണ്ടായിരുന്നു എനിക്ക് അറിയായിരുന്നു. ആ സമയം എൻ്റെ ഉമ്മയുടെ റോളും കൂടി സൗമ്യേച്ചി ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നേ. നോൺ വെജില്ലാണ്ട് ഭക്ഷണം കഴിക്കാൻ മടി കാണിക്കുന്ന ഒരു ക്യാരക്ടർ ആട്ടോ എൻ്റെത്. അതെപ്പോഴും ഒരു സംസാരത്തിൻ്റെ ഇടയിൽ വന്നപ്പോൾ കുറഞ്ഞതൊരു എഗ് ഓംലെറ്റെങ്കിലും ഇല്ലാതെ ആ ചോറ്റുപാത്രം എനിക്കായിട്ട് തുറക്കപ്പെട്ടിട്ടില്ലായിരുന്നു കേട്ടോ.
ഓണം ആയാലും വിഷു ആയാലും എനിക്കെല്ലാം എൻ്റെ ഫേവറേറ്റ് കൂട്ടുകറിയും പച്ചടിയും പ്രഥമനും ചേച്ചി വന്നത് പിന്നെ മുടക്കം വന്നിട്ടേ ഇല്ല എന്നാണ് സത്യം. കാലക്രമേണ അതേ വേദന സഹിച്ച ഒരാൾ എനിക്കും മക്കൾക്കും കൂട്ടായി വന്നപ്പോൾ എന്നെക്കാളേറെ സന്തോഷിച്ചത് ഒരുപക്ഷെ ചേച്ചി ആയിരിക്കണം. അതിൽ നിന്ന് വീണ്ടും ഞാൻ ഇരട്ടക്കുഞ്ഞുങ്ങളെ ഉദരത്തിൽ ചുമന്നുകൊണ്ട് ഹോസ്പിറ്റൽ വിസിറ്റോ റെസ്റ്റോ ആയപ്പോഴും ചേച്ചി എക്സ്പീരിയൻസ്ഡ് ആയ ഒരാളായി മാറിയിട്ടുണ്ടായിരുന്നേ. എന്നിൽ സമാധാനം വീണ്ടും കൂടി. എൻ്റെ ബിസിനസ് അവിടെ സുരക്ഷിതമായിരിക്കും എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഒറ്റയ്ക്ക് സെൻറ്റർ നോക്കേണ്ടി വരുന്ന സമയങ്ങളിൽ ഉച്ചഭക്ഷണം കഴിക്കാൻ 3-4 മണിയാവുമായിരുന്നു കേട്ടോ. രാവിലെ ചൂടോടെ അടച്ചു വെക്കുന്ന കറികൾ കേടായി ഭക്ഷണം കഴിക്കാത്ത പല ദിവസങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നും പരാതിയോ പരിഭവമോ പറയില്ലെങ്കിലും കൃത്യസമയത്ത് ഫുഡ് കഴിച്ചിട്ട് മതി ബാക്കി കാര്യങ്ങളെന്ന് പറയാൻ ഞാൻ മറക്കാറില്ല കേട്ടോ. ഓഫീസ് ടൈം 5:30 വരെ ആണെങ്കിലും മറ്റുള്ളവരെ പോലെ ആ സമയം കഴിഞ്ഞാൽ ഡോറടച്ച് പോകുന്നതിൽ വ്യത്യസ്തമായിട്ട് മുന്നിൽ വന്നവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി 7 മണിയൊക്കെ ആയിപ്പോകുന്ന ദിവസങ്ങൾ ഏറെ ഉണ്ട് കേട്ടോ. അതൊരിക്കലും കൂടുതൽ പണം ആവശ്യപ്പെടാനായിരുന്നില്ല ആഗ്രഹിക്കുന്നൊരു വ്യക്തിയായിരുന്നില്ല. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ ട്വിൻ മകളെ നഷ്ടപ്പെട്ടിട്ട് വീണ്ടും ഡിപ്രഷനിലേക്ക് പോയ എനിക്ക് ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് കൂട്ടിന് ഇങ്ങനെ ഒരാളല്ലായിരുന്നെങ്കിൽ എന്നെ എല്ലാം പൂട്ടിക്കിട്ടേനല്ലേ. ഞാൻ തകർന്നു നിന്നാലും എൻ്റെ സ്ഥാപനം തകരില്ല എന്നൊരു കോൺഫിഡൻസ് എനിക്ക് എപ്പോഴും ചേച്ചി തന്നിട്ടുണ്ട്. നമ്മളെ ജീവിതത്തിൽ ഒരുപാട് ആളുകൾ വന്നു പോകും. അതിൽ 80% സ്വന്തം ലാഭങ്ങൾക്ക് വേണ്ടി സ്നേഹം നടിക്കുന്നവരായിരിക്കും. മറ്റു ചിലരാണെങ്കിൽ സ്വന്തം ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് ജോലിക്ക് പോകുന്നവർ. അതിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മൾ വീഴുമ്പോൾ നമ്മളെ പിടിച്ചു നിർത്താൻ നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകൾ. സൗമ്യ എനിക്ക് അങ്ങനെ ഒരാളാണ്. എൻ്റെ ജീവിതത്തിൽ എത്രയോ മോശം ദിവസങ്ങളിൽ ഞാൻ പോലും എൻ്റെ ജീവിതത്തെ നോക്കാൻ കഴിയാതെ നിന്ന സമയത്ത് എന്നെയും മക്കളെ എൻ്റെ സ്ഥാപനത്തെ ഒരുപോലെ നോക്കിയ ഒരാളാണ്. അതുകൊണ്ട് ഒരു വെള്ളിയാഴ്ച വൈകുന്നേരത്തെ തിരക്കൊഴിഞ്ഞ സമയത്ത് സാധാ കുശലം പറച്ചിലിനിടയിൽ മഴയായത് കാരണം തുണി അലക്കാനും ഉണക്കാനൊക്കെ ചേച്ചി നേരിടുന്ന ബുദ്ധിമുട്ട് വെറുതെ ഒന്ന് പറഞ്ഞപ്പോൾ ആ കാര്യം ഞാൻ റെമിക്കായി പങ്കുവെച്ചു. എൻ്റെ ആഗ്രഹം പറഞ്ഞ സമയത്ത് വേറൊരു വാക്കുപോലും പറയാതെ പർച്ചേസ് ചെയ്യാനും അത് ചുമന്ന് വീട്ടിലെത്തിക്കാനൊക്കെ അങ്ങേരും എൻ്റെ കൂടെ വന്നത്. ഈ ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിലും എൻ്റെ മനസ്സിലുണ്ടെന്ന് ഞാൻ ചേച്ചി അത്രയ്ക്കധികം എൻ്റെ ലൈഫിൽ വാല്യൂ ചെയ്യുന്നുണ്ടെന്ന് കാണിക്കാനും എനിക്ക് ചെയ്തു തന്ന കാര്യങ്ങൾക്കെല്ലാം പലപ്പോഴും ഞാൻ വാങ്ങിക്കൊടുക്കുന്ന ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകൾ ഒരിക്കലും പകരാവില്ല എന്നറിയാമെങ്കിലും ഈ ഓണസമ്മാനം നൽകി ഒരു 30 മിനിറ്റ് ചേച്ചിക്ക് റെസ്റ്റ് ചെയ്യാൻ കൊടുക്കാൻ പറ്റില്ലെങ്കിൽ എനിക്കത് മാത്രം മതി. സത്യം പറഞ്ഞാൽ ഞാൻ വലിയൊരു മഹത്വം ചെയ്തെന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയല്ല കേട്ടോ ഈ വീഡിയോ. നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളുടെ ഭാരം, അവരുടെ വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ, അതിനെല്ലാം പുറമെ അവർ നമുക്കായി മാറ്റിവെക്കുന്ന സമയം, ഇതൊക്കെ മനസ്സിലാക്കാൻ ഒരു പെണ്ണെന്ന നിലയിൽ എനിക്ക് കഴിയണം എന്നാട്ടോ ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആളെക്കുറിച്ചിട്ട് ഇങ്ങനെയും ആളുകൾ ഈ ലോകത്ത് ഇപ്പോഴും ഉണ്ടെന്ന് മറ്റുള്ളവരെ അറിയിക്കണമെന്ന് ഞാൻ ആദ്യമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കറിയാം തുടക്കത്തിൽ വലിയ കാര്യം ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന വീഡിയോ ആണിതെന്ന് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ തന്നെ വീഡിയോ എൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്തായാലും അത് തിരുത്തും. കാരണം ഇത് സൗമ്യച്ചി മനസ്സിനുള്ളൊരു അംഗീകാരമായിട്ടായിട്ട് മാത്രം കേട്ടോ ഞാൻ കൊടുത്തിട്ടുള്ളത്. പലരുടെയും ജീവിതത്തിൽ ഇതുപോലെ ചില മനുഷ്യരുണ്ടാവും. നമ്മൾ തളരുമ്പോൾ നമ്മൾ പിടിച്ചു നിർത്തുന്നവർ, നമ്മൾ ചോദിക്കാതെ നമുക്ക് വേണ്ടി ചിന്തിക്കുന്നവർ, നമ്മളറിയാതെ നമുക്ക് വേണ്ടി സമയം മാറ്റി വെക്കുന്നവർ. അവർക്ക് ചിലപ്പോൾ നമ്മളിൽ നിന്ന് ഒരു നന്ദി വാക്ക് പോലും ആവശ്യം ഉണ്ടാവില്ല കേട്ടോ. പക്ഷെ നമ്മളത് കാണാതെ പോകരുത്. അവരുടെ എഫേർട്ട് മനസ്സിലാക്കണം. അവർ നമുക്ക് വേണ്ടി മാറ്റി വെക്കുന്ന ഓരോ നിമിഷത്തിൻ്റെയും വില അറിയണം. നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ ചെറിയ ഗിഫ്റ്റോ സർപ്രൈസോ നല്ല വാക്കെങ്കിലും ആയിട്ട് അവരോട് പറയണം. If I am still standing here today, you are one of the reasons behind it. I truly value you. You are one of the reason I am still here, still living and still fighting through life. I have never forgot everything you have done for me. Thank you for everything and love you so much.